ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇനി അവിടെ കാണിക്കുന്നത് ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി അറിയുന്നവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പൊ അത് ചൂടാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേ പാൻ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ ഉഴുന്നുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് 1/4 കപ്പ് സബോള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും 1/4 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അത് മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 2 വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീൻസ് ചെറുതായി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് വഴച്ചെടുക്കാം നമുക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, കുറവാണെന്നുണ്ടെങ്കിൽ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 3.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്കിവിടെ കുറച്ച് കുഴഞ്ഞ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ 3.5 കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്ന് ഈ സമയത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് റവ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ വെള്ളം ഇവിടെ തിളച്ച് വന്നപ്പോൾ റവ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ കട്ട പിടിച്ച് അവിടെ ഇവിടെ കിടക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ നല്ലപോലെ തന്നെ അതിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോ കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കണം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. അപ്പൊ 2 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തന്നെ എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു രീതിക്കാണ്ട് എനിക്ക് കിട്ടണത്. അതുകൊണ്ടാണ് ഞാൻ 3.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവാണ്. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ മാത്രമല്ല നമുക്കതില് നെയ്യിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നെയ്യിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. വെളിച്ചെണ്ണയിലും ഓയിലിലൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ നെയ്യിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായി ഇരുന്നിട്ട് ഇട്ട് കൊടുക്കാം. മക്കൾക്ക് കടിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പൊ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്